12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് പറഞ്ഞ കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണ് ഇതെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും കൂടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്, ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ 10 കൊല്ലം അന്നം തന്നു. ഇവര് ഔദാര്യമുള്ള അന്നം കൊടുത്തത്. ഇതുപോലത്തെ കള്ളപ്രചരണമാണ്. റേഷൻ എന്നാ മുടങ്ങിയിട്ടുള്ളത്? ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്ത് വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മൾ അത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയം വേണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഇതിപ്പോ CPMന്റെ ഒരു നറേറ്റീവാണ്, കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിന്റെ പേരിൽ അടി നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ വാർത്തയായിരുന്നു. നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകളെ, താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ ജനങ്ങൾ വന്ന് താങ്കൾക്കെതിരെ, താങ്കളുടെ പാർട്ടിയായ CPMനെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് നടക്കുന്നത്. പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിൽ 10 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് ഖജനാവിൽ, അതായത് പൂച്ചപ്പെറ്റ് കിടക്കുന്ന ഖജനാവിൽ ഇല്ലാത്ത പണമെല്ലാം സ്വരുക്കൂട്ടിയെടുത്ത് ഇനി കടം വാങ്ങിക്കാവുന്ന എല്ലായിടങ്ങളിൽ നിന്നും കടം വാങ്ങി കേരളത്തിന് 6 ലക്ഷം കോടിയുടെ കടബാധ്യത വരുത്തി വെച്ചുകൊണ്ട് ആ കടബാധ്യതയിൽ നിന്നും നിശ്ചിത ശതമാനം തുകയെടുത്തുകൊണ്ട് അത് തികയാതെ വരുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരൻ റേഷൻ വാങ്ങിക്കുന്ന നികുതി പണം വരെ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി LDFന്റെ CPMന്റെ വിജയത്തിന് വേണ്ടി പ്രചരണ പദ്ധതികൾ ഒരുക്കുകയാണ് പിണറായി വിജയൻ. കേരളത്തിലാകമാനമുള്ള എല്ലാ ദിനപത്രങ്ങളുടെയും മുൻപേജിലും പുറം പേജിലുമെല്ലാം ഉൾപ്പെടെ കളർ പരസ്യങ്ങൾ, പേജ് കളർ പരസ്യങ്ങൾ കൊടുക്കുന്നു. കേരളത്തിലെമ്പാടുമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന പ്രശസ്തമായ ശ്രീനിവാസന്റെ സംഭാഷണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പരസ്യങ്ങളിൽ മുഴുവൻ മുഖ്യമന്ത്രി കള്ളം മാത്രം വിളിച്ചു പറയുന്നു. മുഖ്യമന്ത്രി വാ തുറക്കുന്നത് കള്ളം പറയാനും ഊണ് കഴിക്കാനുമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പിണറായി വിജയന്റെ ആശയപരമായ പാപ്പരത്വം മുഴുവൻ തുറന്നു കാണിച്ചത്. കിഫ്ബി കേരളത്തിൽ മുടക്കിയ തുകയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പുതിയ മുഖ്യമന്ത്രിയുടെ തള്ളലുകൾ, ഗീർവാണങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് സതീശൻ പറഞ്ഞത്. കേവലം 35,000 കോടി രൂപ മാത്രം ചെലവഴിച്ചുകൊണ്ട് 1,00,000 കോടി രൂപ കേരളത്തിൽ കിഫ്ബി വഴി ചെലവഴിച്ചിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി കള്ളം പറയുമ്പോൾ നട്ടാൽ കിളുക്കാത്ത കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. 10 വർഷം ഭരിച്ചിട്ട് എന്താണ് കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ കേരളം നമ്പർ 1 സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി എത്തിച്ചിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ 12 മാസം കൊണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ
ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം എന്ന രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു കേരളം. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും കേരളത്തിലാണ് വിലക്കയറ്റത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. കേരളമാണ് 1-ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തെ കൊണ്ടെത്തിക്കുവാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചത്. ഇന്നിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ തോക്കും എന്നുള്ളൊരു ഭയം വന്നു കഴിഞ്ഞപ്പോൾ UDF-ലും പ്രതിപക്ഷ നിരയിലും വലിയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം PR ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. UDF തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും, അതിന് UDF-നകത്ത് കടിപിടി നടക്കുന്നു എന്നുള്ള ചില പരാമർശങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം ചില നറേഷൻസ് ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ PR ടീം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. UDF-ന് ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത് UDF കൂടി തീരുമാനിക്കും. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ PR ടീമോ ചങ്ക് കലങ്ങി തലവേദന എടുത്ത് നടക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത്. കാലാകാലങ്ങളായി ആരൊക്കെ മാറി മാറി ഭരിച്ചാലും കേരളത്തിലെ പൊതുവിതരണ സംവിധാനം വളരെ കുറ്റമറ്റത് തന്നെയാണ്. കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരാണ് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം കുറ്റമറ്റ രീതിയിൽ കൊണ്ടുവന്നത്. അതിന്റെ നേട്ടവും ഇപ്പോൾ പിണറായി വിജയൻ അടിച്ചു മാറ്റുന്നു. കേരളത്തിൽ കെ കരുണാകരൻ ഭരിച്ചപ്പോഴും EK നായനാർ ഭരിച്ചപ്പോഴും BS അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴുമെല്ലാം പൊതുവിതരണ സംവിധാനം കുറ്റമറ്റത് തന്നെയായിരുന്നു. ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ വേണ്ടി പിണറായി വിജയൻ നടക്കുന്നു. അതിന് ഫ്ലക്സ് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ആരുടെയും അന്നം മുടങ്ങിയിട്ടില്ല. റേഷനിങ് സമ്പ്രദായം മുടങ്ങാതെ പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി റേഷനിങ് സമ്പ്രദായം മുടങ്ങാതെ നടത്തിയത് പിണറായി വിജയൻ സർക്കാരാണ് എന്ന് ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കുന്നു നാട് നീളെ. എത്രത്തോളം ആശയപരമായ പാപ്പരത്തമാണ് ഇത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത്. ഏതൊക്കെ സർക്കാരുകൾ കേരളം ഭരിച്ചിട്ടുണ്ടോ അന്നെല്ലാം കേരളത്തിൽ കുറ്റമറ്റ പൊതുവിതരണ സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുവരെ പിണറായി വിജയൻ നശിപ്പിച്ചിരിക്കുന്നു. സപ്ലൈകോയിൽ ഒരു സാധനം പോലുമില്ല, റാക്കുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കാരണം അവർക്ക് പണം കൊടുക്കാനുള്ളതിന്റെ പേരിൽ അതുപോലും നശിപ്പിച്ചു. അവിടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. കാരണം സപ്ലൈകോ CPIയുടെ കയ്യിലുള്ള വകുപ്പാണ്. അപ്പോൾ CPIയെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവരുടെ ഭരണത്തിലുള്ള വകുപ്പുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കുള്ള ഗ്രാന്റ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തില്ല എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിലുള്ളത്. നേരത്തെ CPIയുടെ സമുന്നത നേതാവായ പന്ന്യൻ രവീന്ദ്രൻ തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്ലൈകോയിൽ യാതൊരു തരത്തിലുള്ള വസ്തുവകകൾ ഇല്ലാതെ പോകുന്നതിന്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ പിടിവാശി തന്നെയാണ് എന്നുള്ളതാണ് അന്ന് പന്ന്യൻ രവീന്ദ്രൻ തുറന്നടിച്ചിരുന്നത്. ഇന്നിപ്പോൾ വി ഡി സതീശനും അത് തന്നെയാണ് പറഞ്ഞത്. സപ്ലൈകോയെ പോലും നഷ്ടത്തിലാക്കിയിരിക്കുന്നു. അവരെ പോലും പൊതുവിതരണ സമ്പ്രദായത്തിൽ ജനങ്ങൾക്കൊന്നും കിട്ടാത്ത രീതിയിൽ ഇവിടെ വിലക്കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം തന്നെയാണ്. ആ ഒരു ക്രെഡിറ്റ് കേരളത്തിന് നേടിക്കൊടുത്തത് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ്. അത് അവരുടെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ എടുത്തു പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി അവരുടെ ബാലൻസ് ഷീറ്റിൽ 10 വർഷത്തെ ഭരണത്തിൽ എഴുതി ചേർക്കാനുണ്ട്. 6 ലക്ഷം കോടി രൂപ കേരളത്തിന് കടമുണ്ടാക്കിയ ഒരേ ഒരു മുഖ്യമന്ത്രിയും പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. എന്നിട്ടിപ്പോൾ വീണ്ടും 3.0 ആവർത്തിച്ച് തുടർഭരണം കിട്ടുന്നതിന് വേണ്ടി നാട് മുഴുക്കെ പ്രചരണം നടത്തുന്നു, കള്ളപ്രചരണം നടത്തുന്നു. ഇതാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പണവും നമ്മളെല്ലാം റേഷൻ മേടിക്കുന്ന പണത്തിൽ നിന്നും കിട്ടുന്ന നികുതിയിൽ നിന്നാണ് ചിലവഴിക്കുന്നത് എന്ന് കൂടി വി ഡി സതീശൻ തുറന്നടിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPMന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും തുറന്നടിച്ചുകൊണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ 1 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിന്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഈ സർക്കാരിന്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായോ? സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും
നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്ത് വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് പറഞ്ഞ കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണ് ഇതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും കൂടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്. ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ 10 കൊല്ലം അന്നം തന്നു. ഇവരെ ഔദാര്യമുള്ള അന്നം കൊടുത്തത്. ഇതുപോലത്തെ കള്ളപ്രചരണമാണ്. റേഷൻ എന്നാ മുടങ്ങിയിട്ടുള്ളത്? ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാം പറയുന്നില്ല. ഇതുപോലെ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോ കണ്ടില്ലേ? തിരുവനന്തപുരത്ത് ബന്ധുക്കൾ പരാതി പറയാണ്. അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് 5 പേര് മരിച്ചതെന്ന്. എനിക്കറിയില്ല സത്യാവസ്ഥ. പക്ഷെ ഗൗരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ ഈ 2006-ലും 2011-ലും ഇടതുമുന്നണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ പടം വെച്ച് പോസ്റ്റ് അടിക്കുന്ന പരിപാടി. അത് UDF-ൽ ഇപ്പോൾ വന്നേക്കണേണ്. ചില കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പടം വെച്ച്, പ്രത്യേകിച്ചും KC വേണുഗോപാലിന്റെ ഒക്കെ പടം വെച്ച് പോസ്റ്റർ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നു? അവരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ. അവരുടെ പേരിൽ പടം വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഏത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പടം വെച്ചാലും ഒരു തെറ്റുമില്ല. ആര് വന്നാലും കുഴപ്പമില്ല. മുൻപ് ഒരു നേതാവിന് മാത്രം അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയല്ലേ കോൺഗ്രസിൽ വലിയ ടീമുണ്ട്. നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഒരു കുഴപ്പമില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഇതിപ്പോ CPM-ന്റെ ഒരു നറേറ്റീവാണ്. കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിന്റെ പേരിൽ അടി നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ വാർത്തയായിരുന്നു. എന്നോട് KC വേണുഗോപാലാണ് പറഞ്ഞത്, ഇടാ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വാർത്ത ഇടാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വാർത്ത കണ്ട് ചിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ആ യോഗത്തിൽ നിന്ന്. ഇടയ്ക്ക് യൂറിനലൊക്കെ പോകണ്ടേ? അല്ലല്ല, യോഗത്തിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി. ഞങ്ങൾ എല്ലാവരും പുറത്തു നിന്ന് പോയി ചായ കഴിക്കാൻ പോയി, മറ്റേ വാഷ്റൂമിൽ പോയി ഒരുപാട്. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോ പോയി, കേൾക്കി ഉറക്കം വന്നപ്പോ പോയി മുഖം കഴുകാൻ പോയി. ഇങ്ങനെ എത്ര പ്രാവശ്യം പോയി. നിങ്ങളൊക്കെ വ്യാജ വാർത്തകളാണ്. വ്യാജ വാർത്ത അല്ലെന്നേ. പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തില് ഞങ്ങള് ഡിബേറ്റ് ചെയ്ത് കാണും. വേണ്ടേ? ജനാധിപത്യ പാർട്ടിയാണ്. പിണറായി വിജയൻ വരുന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് കൈയടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും വിശദമായ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് ഒരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്, ഡീമെറിറ്റ്, മറ്റ് സ്ഥാനാർത്ഥിയുടെ ആര് നിന്നാലാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ CPM-ന്റെ സ്ഥാനാർത്ഥികളെ പലരും തീരുമാനിച്ചിട്ടില്ലല്ലോ. NDA-യുടെ സ്ഥാനാർത്ഥികൾ പലരും പുറത്തു വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ 140 സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങിയിട്ട് എത്ര സമയമായി? കാണാനില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ, G. സുധാകരന്. ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ.